എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ തമ്പനയിൽ കണ്ടിട്ട് വന്നവർക്കൂടെ ഒരു എന്താ പറയുക, ഞാൻ സത്യത്തിൽ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്, മകൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്യാൻ ബുർജ് ഖലീഫയിലേക്ക് വന്നതാണ്. അപ്പം തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സത്യമാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ പലർക്കും അറിയാം, നമ്മളെ ലാലേട്ടൻ്റെ എന്താ പറയുക ഒരു ഫ്ലാറ്റ് ഉണ്ട് ഉള്ളിൽ. സോ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞങ്ങളിവിടെ ഒരു 122ാം നിലയിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ അവിടെയാണ് അവൻ്റെ ബർത്ത്ഡേ ചുമ്മാ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണത്. സോ അപ്പം അവിടെ എപ്പോഴും ലാലേട്ടൻ വരാറുണ്ടെന്ന് ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട്. പല അധികം സെലിബ്രിറ്റീസ് അവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ഞാൻ അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ അപ്പം എനിക്ക് ഇവിടെ വരുമ്പോൾ സന്തോഷം എന്താ വെച്ചാൽ, എന്താ പറയുക, ലാലേട്ടനേട്ടൻ കാണാൻ പറ്റുകയാണെങ്കിലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ലാലേട്ടനെ പറയാൻ പറ്റില്ല നമുക്ക്. ഞാൻ പലപ്പോഴും പലരും ഇവിടുന്ന് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഇവിടുന്ന് കാണുമ്പോൾ എന്താ വെച്ചാൽ ആരും വേറെ ഉണ്ടാവില്ല. നമ്മൾ അറിയുന്ന മലയാളീസിന് ഇന്ത്യൻസിന് വളരെ കുറവായിരിക്കും. സോ കാണുകയാണെങ്കിൽ ലക്ക് ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക സംസാരിക്കാൻ ചാൻസ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും കേൾക്കുന്ന കാര്യം, കാരണം നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ട് നമ്മളെ ലാലേട്ടന് ഇവിടെ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങേര് ഇവിടെ, അതായത് അൺഒഫീഷ്യൽ, നമ്മളാരും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഭവമാണ്. ബട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ 122ാമത്തെ ഫ്ലോറിൽ. സോ അവിടെ അദ്ദേഹം വരാറുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാറുണ്ട്, ആൻറ്റി പേർക്കും കാണാറുണ്ട്, ഫാമിലിനെ മൊത്തം കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ വന്നത് മകൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ചുമ്മാ വന്നതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്താ വെച്ചാൽ, നമുക്ക് ലാലേട്ടനെ ഇൻ കേസ് കണ്ടാലോ കാണാൻ പറ്റുകയാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ നമ്മൾ വേറെ 1-2 സെലിബ്രിറ്റീസിനെ കണ്ടിരുന്നു. മാത്രമല്ല ഇവിടെ നിന്ന് കാണുമ്പോൾ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് അതായത് വേറെ ആരുണ്ട്, നമ്മൾ അറിയുന്ന ആരുണ്ട്. ഇപ്പോൾ ലാലേട്ടനെ തന്നെ അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് മലയാളീസ് കുറവാണ് അവിടെ ഞാൻ കാണാറ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. കൂടെ മോൻ്റെ 5ാമത്തെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പക്ഷേ വന്നു, എന്താ പറയുക, ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഞാനൊരു ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യുന്നതിൽ റിയാക്ഷൻ വീഡിയോ ഒന്നല്ല. നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ബുർജ് ഖലീഫയിൽ വന്നാണ്. ബുർജ് ഖലീഫേൻ്റെ 122nd ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, അത് നമുക്ക് അല്ല, ഇൻ കേസാണ്, നമുക്ക് ഉറപ്പില്ല. എന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉപ്പരോട് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ലെവലിൽ കാണാൻ പറ്റും. കാരണം ഒരു ബഹളം ഒന്നും ഉണ്ടാവില്ല. ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ്. പക്ഷേ ഞാൻ എന്തായാലും മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നത് ആക്ച്വലി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എത്ര പ്രാവശ്യം ഇത് പറഞ്ഞതെന്ന് അറിയില്ല. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് 2-3 ദിവസമായി. റിയാക്ഷൻ വീഡിയോസായിട്ട് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ചെറിയ 1-2 ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നല്ല ഇഷ്ടമുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചുമ്മാ ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ബുർജ് ഖലീഫിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഇതുണ്ട്, അർമാനി എന്ന് പറഞ്ഞിട്ട് ലോഞ്ചിലിരിക്കുകയാണ്. ആദികുട്ടാ, say hi, Adi, say hi. Adi, can you say hi? Can you say hi, please? Can you say hi, please? Hi. You cannot say hi? Hi. Say hi. Adi, say it's my birthday. It's my 5th birthday. Say. നിങ്ങൾ ഹായ് പറഞ്ഞു. എൻ്റെ ഭാര്യനും മോനും ആരും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ലാലേട്ടൻ എന്തെങ്കിലും കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇടും നമ്മളെ സെലിബ്രേഷൻ്റെ ചെറിയ സെലിബ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ട്രിപ്പിൻ്റെ. ഞാൻ താമസിക്കുന്ന അബുദാബിയിലാണ്. ഞാൻ ഇതിന് കാര്യത്തിനായിട്ട് ദുബായിലേക്ക് വന്നതാണ്. സോ വാട്ട് ആർ യു ഡൂയിങ് ആദികുട്ട? യു പ്ലേയിങ് വിത്ത് യുവർ കാർഡ്സ്? ആദികുട്ട, can you show me the transformer car? Can you transform? Can you show me? Let me shoot the video, okay? And you can see on the YouTube. Just transform the car. On the YouTube. No. Yes. Yeah. Show me. I'll show it to my Yeah. The Cars Cafe. Yeah. Wait. No, Adi. I'll shoot video. You can see it on YouTube. Okay. I'll upload in YouTube. Yeah. You show it to the people. There are a lot of people watching on it. Okay. See. Okay. So Adi, transform the car to what? A transformer, right? You forget? Nice. എത്ര കിലോമീറ്റർ ഉണ്ടറിയോ? ഇതെന്തോ അടുത്താണോ? Nice. 28 minutes. നമ്മൾ പോണോ കൂട്ടാ?
Shami, tada. Oh, look at the face. Okay. Thank you. Nice. Okay. Okay, Adikota. ആദ്യം തന്നെ പറയാം, ഞാനിതിൻ്റെ തമ്പനിയിൽ അങ്ങനെ ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു വിദൂരമായ പറയാൻ പറ്റില്ല, നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഞങ്ങൾ എന്താ പറയുക, ഇവിടെ വന്ന് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സോ അതിൻ്റെ കൂടെ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് മോൻ്റെ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് വെറുതെ ഒരു ബാരറോട് ഒന്ന് വീഡിയോ എടുത്തിട്ട് വെച്ചപ്പോൾ മറ്റേ നമ്മുടെ നാട്ടിലെ നമ്മളെ അമൽനീരതായി കളിച്ചാണ്. Look. Cut. Yes, cut. No, cut from here. Cut. He's waiting. Happy birthday to you. Happy birthday to you. ഈ ലോഞ്ചിൽ നിന്ന് അതിൻ്റെ മുമ്പിലേക്ക് പോകുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കാണണമെങ്കിൽ കാണാലോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡേക്ക് വരുന്നതാണ്. ഉള്ളത് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം. ബുർജ് ഖലീഫ കാണാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും ചുമ്മാ എന്താ പറയുക, ജാടയെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഒന്ന് കാണാൻ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാ. കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞതിനെ വീണ്ടും പറയാണ്. കാരണം എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനെ യുവയിലായതുകൊണ്ട് ഈ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. വ്ളോഗാണോ നിങ്ങൾക്ക് ഇഷ്ടം, റിയാക്ഷനാണോ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു ചെറിയ വ്ളോഗായിട്ട് കാണുക. ഓക്കെ, എന്താ പറയുക, ഞാനിങ്ങനെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് വന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ലാലേട്ടനൊന്നും കാണാൻ പറ്റിയില്ല എന്തായാലും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഇനി വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കും. കാരണം എനിക്ക് ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്താ വെച്ചാൽ, ഇവിടുന്ന് കണ്ടാൽ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാനാണ് എനിക്ക് കിട്ടിയ വിവരം. കാരണം ലാലേട്ടൻ, കാരണം നമ്മളിപ്പോൾ പേഴ്സണലി ലാലേട്ടനെ കാണുന്ന പോലെ ഉണ്ടാവും. ഒരു ഭയങ്കര ഒരു ഇതായിരിക്കും. എനിക്ക് 1-2 പേര് എന്നോട് പറഞ്ഞു, സീരിയസ്ലി എന്നോട് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്. കാരണം നമുക്ക് ലാലേട്ടനെ പോലും അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും അതിൻ്റെ ഉള്ളിൽ. സോ എന്തായാലും ഈ പ്രാവശ്യം പറ്റിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.